Good morning, students. So let us see into the next fifth module of Introduction to Business. In fifth module, we will see what is controlling, what are the different levels of controlling, different types of controlling. Mainly, we have two types: budgetary and non-budgetary controlling. Then we'll see what are the major control systems. Okay, ഓരോ control systems ആദ്യം വരുന്ന financial ആണ്, പിന്നെ budgetary control systems, quality control, inventory control, MIS, management information systems. Then we'll see what is an overall idea of strategic management, what is strategic analysis, strategic choice, and strategy implementation. Moving on to controlling. Controlling എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു പെർഫോമൻസ് നമുക്കിപ്പോൾ ഒരു ഗോളോ ഒരു ഔട്ട്പുട്ട് മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ അല്ല മെഷർ ചെയ്യുന്നത്, നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കാണും ഇല്ലേ? നിങ്ങളിപ്പോൾ ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റിൻ്റെ ഡൈമെൻഷൻസ് നോക്കുമല്ലോ, റൈറ്റ്? ഇപ്പം നിങ്ങളിപ്പോൾ വാച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ടൈപ്പ് വാച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മോഡലും അതിൻ്റെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡൈമെൻഷൻസ് ആവുണ്ട്. ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാർ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ട് യു സി, യു ഷുഡ് കൺട്രോൾ ഓൾ പ്രോസസ്സ്, റൈറ്റ്? അത് ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ചിലപ്പം നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പം എന്തെങ്കിലും അതിൽ ഒരു ഡാമേജ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഗുഡിനെ ഇറക്കാൻ പറ്റുമോ? മാർക്കറ്റിലോട്ട് ഇതൊരു ഡിഫക്റ്റീവ് ഗുഡാന്ന് പറഞ്ഞ് ഇറക്കാൻ പറ്റുമോ? നോ, യു കനോട്ട്. സോ യു ഷുഡ് ടേക്ക് പ്രോപ്പർ കൺട്രോൾ മെഷേഴ്സ്. സോ വാട്ട് ഡു വി സേ കൺട്രോളിങ്? Controlling measures the deviation of the actual performance from the standard performance, discovering the causes of any deviation and helps in taking corrective actions. നിങ്ങൾ ഒരു കറക്റ്റ് ഒരു മെഷർമെൻറ്റ് നോക്കും, നിങ്ങൾ കറക്റ്റ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അതിന് വെച്ച് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ്. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് എ 4 meter കാർ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഓൺലി 3.9, യെസ് ദാറ്റ് ഇസ് സ്റ്റിൽ എ ഡിഫക്റ്റ്, ദാറ്റ് ഇസ് സ്റ്റിൽ not properly controlled, and you will see what അതിൻ്റെ cause എന്ത് പറ്റി, what is the cause of such deviation, and you take preventive and corrective steps. നമുക്ക് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ വരുന്ന ഹാരൽഡ് കൂൺസിൻ്റെ ആണ്. കൺട്രോളിംഗ് ഇസ് എ മെഷർമെന്റ് ആൻഡ് കറക്ഷൻ ഓഫ് പെർഫോമൻസ് in order to make sure that such objectives, enterprise objectives and plans devised to attain them are accomplished. നമുക്ക് എങ്ങനെയായാലും കൺട്രോളിംഗ് ഒരു നെസസറി ഫംഗ്ഷൻ ആണ്, എന്നാലേ നമുക്ക് എറർ ഫ്രീ ഡിഫക്റ്റ് ഫ്രീ ആയിട്ട് സാധനം ഇറക്കാൻ പറ്റത്തുള്ളൂ. Process of controlling is simple. We have first step as establishment of standard. Standard ആദ്യം നമ്മൾ സെറ്റ് ചെയ്യും. What is the type of standard we are expecting? We have measurement of performance, appraisal. We'll see each one in detail and taking remedial actions. Establishment of standards എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം എന്താ അച്ചീവ് ചെയ്യേണ്ടി, ഓക്കെ? നമ്മളുടെ എൻ പ്രോഡക്റ്റ് എന്താ, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഐഡിയ കാണുമല്ലോ നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് പറയുന്നത്. വി ഹാവ് സർട്ടൺ ക്രൈറ്റീരിയാസ്. ഇറ്റ് ക്യാൻ ബി മെഷറബിൾ ഓർ നോൺ മെഷറബിൾ. മെഷറബിൾ പറയുന്നത് വെച്ചാൽ എന്തുവാണ്? സച്ച് ക്വാണ്ടിറ്റീസ് വിച്ച് യു ക്യാൻ മെഷർ. സേ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡയമെൻഷൻസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എത്ര ടൈം വേണം, അല്ലെങ്കിൽ എത്ര നിങ്ങളുടെ പ്രോഫിറ്റ് എക്സ്പെൻഡിച്ചർ, സച്ച് തിങ്സ് ക്യാൻ ബി മെഷർഡ്. ചിലപ്പോൾ സം തിങ്സ് കനോട്ട് ബി മെഷർഡ്. സേ ഫോർ എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സേ എക്സാമ്പിൾ നിങ്ങളുടെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കസ്റ്റമേഴ്സ്. അപ്പം ഇങ്ങനത്തെ ചില സാധനങ്ങൾ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ബട്ട് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ഇറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഫൈൻ. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ മെഷർ ചെയ്യും. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു നമ്മളുടെ സ്റ്റാൻഡേർഡ് എത്രയാണ് വേണ്ടത്, അച്ചീവ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഏതാണോ അത് മെഷറബിൾ ആവാം, നോൺ മെഷറബിൾ ആവാം. Then step 2, we measure the performance. നമുക്ക് what is the type of performance we are expecting it from it. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഇപ്പം വിത്ത് റെസ്പെക്ട് വിത്ത് ക്വാളിറ്റേറ്റീവ് നോക്കുകയാണെങ്കിൽ പാടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എളുപ്പമായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും കിട്ടാൻ പാട്. ദെൻ ഇറ്റ് ഈസ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ്. നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യും. ഗ്യാപ്പ് അനാലിസിസ് വേറെ ഒന്നുമില്ല, വി സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് പ്ലാൻ ടാർഗറ്റ്. നമ്മളിപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ആ പ്രോഡക്റ്റും പിന്നെ അത് ശരിക്കും എത്ര അച്ചീവ് ചെയ്യേണ്ടിയുള്ള ഡിഫറൻസ് നോക്കും. അതാണ് നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് കാണും. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ നോക്കും. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വി ടേക്ക് റെമഡിയൽ ആക്ഷൻ. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം വി ഗോ അഗെയിൻ, വി ടേക്ക് കറക്റ്റീവ് സ്റ്റെപ്പ്. അതെന്തുകൊണ്ട് അത് നടന്നു? ചിലപ്പോൾ അതൊരു വർക്കറിൻ്റെ ഇഷ്യൂ ആയിരിക്കും, ചിലപ്പം പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടിയ റോ മെറ്റീരിയൽ സപ്ലയർ വല്ലതും ഡിഫക്റ്റീവ് സാധനമായിരിക്കും അയച്ചത്. അപ്പോൾ നമ്മൾ നോക്കുക, അനാലിസിസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കി ഇത് എവിടെയാണ് നമുക്ക് കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കണ്ടേ. അല്ലെങ്കിൽ ഇതെന്താ പ്രശ്നം വരുന്നത്, ഈ ഡിഫക്റ്റീവ് ആയ സാധനം കസ്റ്റമറുടെ അടുത്ത് പോകും, ദാറ്റ് വിൽ ലീഡ് ടു കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ. അതൊരു കംപ്ലൈൻറ്റ് രീതിക്കായിരിക്കും വരുന്നത്. ഫൈൻ.
Importance of controlling to accomplish organizational goals. Yes. Then judge accuracy of standards. നമുക്ക് തന്നെ ഒരു ISO സ്റ്റാൻഡേർഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മേക്ക് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഈച്ച് റിസോഴ്സസ്, അതിപ്പോൾ റോ മെറ്റീരിയൽസ് തന്നെ ആവാം, ഹ്യൂമൻ റിസോഴ്സസ് ആവാം, മെഷീനറി, എനിത്തിങ്. ഇംപ്രൂവ് എംപ്ലോയ് മോട്ടിവേഷൻ. ഇപ്പോൾ എല്ലാവരും ഒരേ രീതിക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഇഷ്ടം പോലെ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. ഫൈൻ, that will not set any standards. Finally, people will get demotivated. Ensuring proper order and discipline, facilitating coordination in action. Whenever you release a product, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് സെറ്റ് ചെയ്യുന്നത്. Next, we have levels in controlling. We have strategic control, operational control, tactical control, objective, normative, and top-down control. This is simple. ലെവൽസ് ഓഫ് കൺട്രോൾ. ഫസ്റ്റ് ഒന്ന് നമ്മൾ പറയുന്നത് എന്താ? സ്ട്രാറ്റജിക് കൺട്രോൾ. സ്ട്രാറ്റജിക് കൺട്രോൾ നമ്മളിത് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമായിരിക്കും. പിന്നെ വാട്ട് വിൽ വുഡ് കം ഇൻ യുവർ മൈൻഡ് വെൻ യു ഹിയർ ദ വേർഡ് സ്ട്രാറ്റജിക് കൺട്രോൾ? അവർ കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഡിസിഷൻ അല്ല. റൈറ്റ്? ദേ ഗ്യാദർ സോ മച്ച് ഇൻഫർമേഷൻ. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇസ് നീഡഡ് ടു മോണിറ്റർ സർട്ടൺ ഇവൻറ്റ്സ്. അത് ചിലപ്പം നിങ്ങൾക്ക് ഈ കസ്റ്റമറുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബ്രാഞ്ച് ഇറക്കണോ, അപ്പോൾ ഇങ്ങനത്തെ ചില ലോങ് ടേം ഡിസിഷൻ എടുക്കുന്ന കാര്യമാണ് സ്ട്രാറ്റജിക് കൺട്രോൾ നമ്മൾ പറയുന്നത്. നമ്മൾ പ്രോഡക്റ്റ് ഫ്ലോപ്പ് ആണോ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഐ മെൻഷൻ ദ എക്സാമ്പിൾ ഹിയർ ഓഫ് ബ്ലാക്ക്ബെറി. So they should keep on checking how much their customers are interested in using it. So but BlackBerry went to a loss. They had competition from Android as well as from iPhone. More competition from iPhone, not from Android. So then customers definitely switched from BlackBerry and it went to a total loss. Second one being operational control. Operational control നമ്മൾ പറയുന്ന ഒരു മിഡ് ലെവൽ കൺട്രോൾ ആണ്, ഒരു ഇന്റർമീഡിയറ്റ് ടേം ആണ്, wherein it is not being managed by the low level people but by mid level management. നമുക്ക് യൂഷ്വലി 1 to 2 years ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ആണ് നമ്മൾ ഓപ്പറേഷൻ കൺട്രോൾ നമ്മൾ പറയുന്നത്. അത് ഈച്ച് ഫങ്ഷണൽ രീതിക്കും ആവാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്കിപ്പം ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, റൈറ്റ്, കറക്റ്റ് സമയത്ത് നമുക്ക് വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് സാധനം കിട്ടിയില്ലെങ്കിൽ, റോ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ, ദിസ് വിൽ അഫക്റ്റ് യുവർ പ്രൊഡക്ഷൻ പ്രോസസ് അത് ബാധിച്ച് എന്താ, കൃത്യസമയത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യാനും പറ്റത്തില്ല, കസ്റ്റമറിന് സാധനം കൊടുക്കാൻ പറ്റത്തില്ല, ഓർഡേഴ്സ് വരുന്ന ബാക്ക് ഓർഡേഴ്സ് ആയി പോവും, ലാഗ് ആയി പോവും, യു കനോട്ട് സപ്ലൈ യുവർ പ്രോഡക്റ്റ് ഓൺ ടൈം. ഫൈൻ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ ബീങ് ടാക്ടിക്കൽ കൺട്രോൾ. ടാക്ടിക്കൽ കൺട്രോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ വിത്തിൻ 1 year ഓർ ലെസ് എടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വേണം. ടാക്ടിക്കൽ കൺട്രോൾ, സേ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇൻ ടു മാർക്കറ്റിംഗ്, this is also into function. If you are into marketing type of area, say you want to release your own type of you want to release your own, you want to understand your customers. Okay, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഇപ്പം ഷോപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈൻ ഒരു വെബ്സൈറ്റ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും? കേക്കിൻ്റെ ബിസിനസ് ആണെങ്കിൽ യു ക്യാൻ ട്രാക്ക് you can put in the different menus, different പ്രൈസസ്, വേണമെങ്കിൽ ഒരു ചാറ്റ് ബോക്സ് വെക്കാം, ഇല്ലേ? എന്നിട്ട് യു ക്യാൻ ഓൾസോ മോണിറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുക്കീസ്. യു ക്യാൻ ഓൾസോ മോണിറ്റർ, ഓക്കെ, എൻ്റെ വെബ്സൈറ്റ് എത്ര പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ്. പിന്നെ ആരെങ്കിലും ഗൂഗിൾ ID വെച്ച് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് സർട്ടൺ ഡേറ്റ ലൈക്ക് ദെയർ ഏജ്, ദെയർ ജെൻഡർ. എന്നിട്ട് പല ഓഫേഴ്സും വേണമെങ്കിൽ വെക്കാം. ദെൻ ചാറ്റ് ചെയ്യുമ്പം കസ്റ്റമൈസ് ഓർഡേഴ്സ് വേണമെങ്കിൽ കിട്ടാം. വെൻ പീപ്പിൾ ചാറ്റ് അക്രോസ് വിത്ത് യു, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് ദ ഏരിയ. കേരളത്തിൽ തന്നെ വിച്ച് ലൊക്കേഷനാണ് കൂടുതൽ ആൾക്കാർ എൻ്റെ വെബ്സൈറ്റ് നോക്കുന്നത്, എത്ര പേര് റിട്ടേണിങ് വെബ്സൈറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ഫോർ യുവർ പ്രോഡക്റ്റ്. ഫോർത്ത് വൺ ബീങ് ടോപ്പ് ഡൗൺ കൺട്രോൾ. ദാറ്റ് ഇസ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ. അത് മറക്കില്ല. അതെന്ന് വെച്ചാൽ പക്ക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസിങ് അതോറിറ്റി ദാറ്റ് ഫ്ലോസ് ഫ്രം top level management to the bottom level management. Fifth one being objective control. This is based on facts that can be measured and tested. ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിക്കുണ്ട്. നമുക്ക് ബിഹേവിയറൽ കൺട്രോൾ ഉണ്ട്, ഔട്ട്പുട്ട് കൺട്രോൾ ഉണ്ട്. ബിഹേവിയറൽ കൺട്രോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബിഹേവിയർ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം സേ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുവാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുമ്പം you expect not only good food is yes one part of the business, but you expect your employees to be very customer centric and customer friendly towards your own customers, right? അപ്പോൾ നമ്മൾ എപ്പോഴും
ആൾക്കാരുടെ ബിഹേവിയർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യും. എന്നിട്ട് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് വന്ന് ഹയർ ചെയ്യുന്ന ഒരാൾ ഈ ഒരു ടൈപ്പ് ജോലിക്ക് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിക്ക് ട്രെയിനിങ് കൊടുക്കും, ഡിഫറെൻറ്റ് സിനാറിയോസ് കൊടുക്കും, കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഹൗ ടു ഹാൻഡിൽ എ വെരി ആംഗ്രി കസ്റ്റമർ, ഹൗ ടു ബി പൊളൈറ്റ് വിത്ത് ദം, അവരോട് തിരിച്ചെന്തായാലും ചൂടാവില്ല, എങ്ങനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഠിപ്പിക്കും. യു ഒബ്സർവ് യുവർ ബിഹേവിയർ, യുവർ എംപ്ലോയീസ് ബിഹേവിയർ ആൻഡ് ഗിവ് ദം ട്രെയിനിങ് ഓൺ ഇറ്റ്. ഔട്ട്പുട്ട് കൺട്രോൾ എന്തുവാണ്? എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ്, നോ മാറ്റർ ഹൗ മച്ച് എഫേർട്ട് യു ടുക്ക്, എത്ര സമയത്തുള്ളിൽ എടുത്ത് ചെയ്തെന്നല്ല, കറക്റ്റായിട്ടാണോ സാധനം, കറക്റ്റ് മെഷർമെൻ്റ് ആണോ സാധനം, കറക്റ്റ് ഡിമെൻഷൻസ് ആണോ, ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ട് കൺട്രോൾ ഇസ് എ ഫോം ഓഫ് ഒബ്ജക്റ്റീവ് കൺട്രോൾ ദാറ്റ് ഫോക്കസ് ഓൺ മെഷറബിൾ കമ്പനി അച്ചീവ്മെൻറ്റ്. നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ഇത് നോക്കും, നമ്മൾ ഗ്യാപ്പ് അനാലിസിസും ഇവിടെ ചെയ്യും. യു സി എനി ഡീവിയേഷൻ, you see any deviation, and then you find corrective steps to take remedial measures. Fine. Next one being normative control. Normative control നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല, there are certain things which are not written in certain rule books. ഒരു കമ്പനിയുടെ റൂൾ ബുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, പക്ഷേ അത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇപ്പം സഹായം, say imagine you are assigned into a project. If you are assigned into a project, നമുക്ക് സഹായം രണ്ട് രീതിക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നുകിൽ ചോദിച്ച് സഹായം മേടിക്കാം ചില ആൾക്കാരുടെ നിന്ന്, അല്ലെങ്കിൽ എന്തുവാണ് വന്ന് സഹായിക്കാം, ചോദിക്കാതെ തന്നെ വന്ന് സഹായിക്കുന്ന ഒരു കൾച്ചർ. ഞാൻ ഈ സെക്കൻഡ് പറഞ്ഞ കാര്യമില്ലേ, ചോദിക്കാതെ വന്ന് സഹായിക്കുന്ന ഒരു കൾച്ചർ ഇസ് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റഡ്. ഇതാണ് നമ്മൾ നോർമറ്റീവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോറി, it governs the behavior through accepted patterns of action rather than written policies and procedures. You go what is not written in the rule book, but what is ethical, based on which you support each of your team members. നിങ്ങളുടെ ടീം മെമ്പർ ഒരാൾ കഷ്ടപ്പെടുന്നു നേരിട്ട് കാണുന്നു, അങ്ങോട്ട് പോയി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സഹായിക്കുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് in simple terms called normative control. Fine. Next, we have two major types of control. You have budgetary control and non-budgetary control. Budgetary control നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിനാൻസ്, on a finance perspective, use of budgets to control different activities of the business. Different activities of the business എന്തൊക്കെ ആയിരിക്കും? നിങ്ങൾ ആൾക്കാരെ എടുക്കണ്ടേ, ഹയറിംഗ് പ്രോസസ്സ് എടുക്കത്തില്ലേ, പിന്നെ മെഷീനറി മേടിക്കത്തില്ലേ, പിന്നെ സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, ദെൻ പുതിയ പ്രോജക്ട്സ്, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കണം, ബിൽഡിംഗ് ഒന്നെങ്കിൽ ലീസിന് എടുക്കണം, റൈറ്റ്? കുറേ കാര്യങ്ങൾ, കുറേ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഓൺ വാട്ട് ബേസിസ് ഡു യു എക്സ്പെക്ട് യുവർ പ്രോഫിറ്റ് ബാക്ക് ഓൾസോ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ടാർഗറ്റ്സ് ഫോർ എക്സ്പെൻഡിച്ചർ, ദെൻ മോണിറ്റർ റിസൾട്ട്, കമ്പയറിംഗ് ദം വിത്ത് എ ബഡ്ജറ്റ് ആൻഡ് മേക്ക് നെസസറി ആസ് ചേഞ്ചസ്. ഫൈൻ. നമ്മളിവിടെ ചില ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ട്, കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ഫസ്റ്റ് വൺ, ചുമ്മാ ചിലവാക്കാൻ പറ്റത്തൊന്നുമില്ല. സെക്കൻഡ് വൺ, അനാലിസിസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. തേർഡ് വൺ, യു മാക്സിമം ട്രൈ ടു ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്. ഫോർത്ത് വൺ, പ്രോഫിറ്റ് കൂടുമ്പോൾ അത് പെർഫോമൻസ് കൂടി നിങ്ങൾ നോക്കണം. നെക്സ്റ്റ്, യു ക്രിയേറ്റ് യുവർ പ്രൊഡക്ഷൻ പ്രോസസ് എഫിഷ്യൻ്റ് ആവാൻ നോക്കും. നെക്സ്റ്റ് വൺ, സിക്സ് വൺ, യു എസ്റ്റിമേറ്റ് ഹൗ മച്ച് ഇസ് യുവർ ക്യാഷ് റിക്വയർമെൻറ്റ്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. അതിൻ്റെ ചില ടെക്നിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബീങ് കോൾഡ് ഫങ്ഷണൽ ബഡ്ജറ്റ്. ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർഗനൈസേഷൻ ഓരോ ഫങ്ഷൻസ്, ഓരോ ഏരിയാസ് ഉണ്ടല്ലോ, കോർ ഏരിയാസ്. യു ഹാവ് HR ടീം, യു ഹാവ് യുവർ മാർക്കറ്റിംഗ് ടീം, യു ഹാവ് യുവർ പ്രൊഡക്ഷൻ, സെയിൽസ്, ഓപ്പറേഷൻസ് ടീം. ഇതിന് ഓരോത്തിനും ഓരോ ബഡ്ജറ്റ് ചെയ്ത് വെക്കും, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഹയറിംഗ് പ്രോസസ്സ് ഞാൻ ഈ ഒരു വർഷം മാർച്ച് 2023 തൊട്ട് അടുത്ത ഫെബ്രുവരി 2024 വരെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ഇത്ര, സേ ഫോർ എക്സാമ്പിൾ ഞാൻ 1000 ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. HR ആ ഈ 1000 ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് പേർക്ക് ഞാൻ ട്രെയിനിങ്ങും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ എക്സ്പെൻസസ് നോട്ട് ഡൗൺ ചെയ്തിട്ട് ദേ പുട്ട് ഇൻ ദ സജഷൻ ടുവേർഡ്സ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ ടീം. ആ ബേസിസിലാണ് ഇവർക്ക് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ കോൾ മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റ് ഇതിൻ്റെ എല്ലാം ഓവറോൾ ബഡ്ജറ്റാണ്. അതായത് ഫിനാൻസ് ടീമിന് കിട്ടുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ
ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ആണ്. യു ഹാവ് യുവർ HR ടീം, യു ഹാവ് യുവർ മാർക്കറ്റിംഗ്, യുവർ ഫിനാൻസ്, എല്ലാം ഇൻക്ലൂഡ് ആവും. റെന്റ്, എക്സ്പെൻസസ്, ഓവർഹെഡ് എക്സ്പെൻസസ്, കാര്യങ്ങളെല്ലാം ചെലവും കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ് മാസ്റ്റർ ബഡ്ജറ്റ്. Third one being flexible budget. Say for example, budget would differ from time to time. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച HR ബഡ്ജറ്റ് തന്നെ ആവണമെന്നില്ല ഈ തവണത്തെ HR ബഡ്ജറ്റ്. വൈ? എന്തൊക്കെ മാറി, എക്കണോമിക് കണ്ടീഷൻ മാറി, ഇൻഫ്ലേഷൻ ആ സമയത്ത് ഉണ്ടായിരിക്കും, ഇപ്പം ഇല്ലായിരിക്കും, റൈറ്റ്? അന്നത്തെ സാലറി അല്ലായിരിക്കും ഇപ്പോഴത്തെ സാലറി. ഇപ്പം കോവിഡിന്റെ ശേഷം പീപ്പിൾ ആർ ഹാവിങ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്, മൾട്ടിപ്പിൾ പ്രോജക്ട്സ്, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ യു ഷുഡ് ഓഫർ ദം ബെറ്റർ സാലറി. സോ this can be modified based on the dynamic changes of the business needs. അപ്പം പെട്ടെന്ന് നിങ്ങൾ നോക്കുക, ഇല്ല ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു amount വേണം for your budget. That is called flexible budgeting. Next one called zero based budgeting. ZBB, zero based budgeting പറയുന്നത് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓരോ ഐറ്റം, നിങ്ങൾ ഒരു ഐറ്റം പ്ലാൻ ചെയ്യുക, ഒരു ഐറ്റിനറി ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പം യു ഡു നോട്ട് കമ്പയർ ദിസ് വിത്ത് റെസ്പെക്ട് വിത്ത് പ്രീവിയസ് ഇയർ. സേ ഫോർ എക്സാമ്പിൾ, ഇതേ ഹയറിംഗ് പ്രോസസ്സിന് എന്തൊക്കെ ചിലവ് വരുന്നതെന്ന് വെച്ചാൽ നോർമലി ഒരാൾ പ്രീവിയസ് ഇയർ വെച്ച് ട്രഡീഷണലി നോക്കും. പക്ഷെ നമ്മൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് പറയുന്നത് എന്തുവാണ്? യു അസ്യൂം ദാറ്റ് ഇസ് എ ന്യൂ ഐറ്റം, എ ന്യൂ എൻട്രി ടു യുവർ ബുക്ക്. അപ്പോൾ ന്യൂ എൻട്രി ആകുമ്പോൾ എന്തുവാണ്, നമ്മൾ കറക്റ്റായിട്ട് എന്തുവാ കഴിഞ്ഞ വർഷം ഇത്ര നടന്നു അതുകൊണ്ട് ഇപ്പോൾ ഇത്ര നടന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു പുതിയ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഫ്രം സീറോ ബേസിസിനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഈ പേര് സീറോ ബേസ് ബഡ്ജറ്റിംഗ് പറയുന്നത്. യു ഡു നോട്ട് കമ്പയർ ദിസ് വിത്ത് ലാസ്റ്റ് ഇയർ. ഓക്കെ, കഴിഞ്ഞ വർഷം ഇത്രയായി, അപ്പോൾ ഇപ്പം ഇത്രയും amount ആവും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. യു അസ്യൂം ദാറ്റ് ഇസ് എ ന്യൂ ഐറ്റം, എ ന്യൂ എൻട്രി ടു യുവർ ബുക്ക്, ആൻഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ഹൗ മച്ച് ഇറ്റ് ഇസ്. എന്ന് വെച്ചാൽ എന്തുവാ, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് യു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അതിന് എത്ര രൂപയാവും? അല്ലാതെ നമുക്ക് ആദ്യമേ തന്നെ ഓക്കെ ഇതിന് എന്തായാലും 1000 രൂപയാവും, ഇതിന് എന്തായാലും 5000 റുപ്പീസ് ആവും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. നൗ ഇത്തരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തുവാണ്, we discuss budgetary techniques. Now you have non-budgetary techniques. Non-budgetary techniques, first one being personal observation. നിങ്ങൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫാക്ടറിയിലാണെങ്കിൽ നിങ്ങൾ നേരിട്ട് എപ്പോഴും എംപ്ലോയീസിൻ്റെ ബാക്കിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കുറച്ചൊരു ടീഡിയസ് ടെക്നിക്കാണ്. യു കീപ് മൈക്രോ മാനേജിങ് എംപ്ലോയീസ്, പക്ഷേ എംപ്ലോയീസിന് ഇഷ്ടപ്പെടണമെന്നില്ല. സെക്കൻഡ് വൺ ബീങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ദിസ് ഇസ് ടു ദ ഫോം ഓഫ് കൺട്രോൾ ചാർട്ട്സ്. നമ്മളിപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ പഠിക്കും. ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇസ് ദർ എനി ഡീവിയേഷൻ? യു മെഷർ ഇറ്റ് ഓൺലൈൻ. നമുക്ക് ഓൺലൈൻ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഹൗ മച്ച്. നമുക്കൊരു ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന സാധനം ഒത്തിരി ഡിഫക്റ്റീവ് ആവാം, ഒട്ടും ഡിഫക്റ്റീവ് ആവത്തുമില്ല. സോ യു സി എനി കേസസ് ഇഫ് ഇറ്റ് അച്ചീവ്സ് ദറ്റ് അപ്പർ കൺട്രോൾ ഓർ ലോവർ കൺട്രോൾ. നെക്സ്റ്റ് യു ഹാവ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ എന്താ നോക്കുന്നത്? which is the exact point where you have no profit, no loss. ആ ബേസിസിൽ നിങ്ങൾ ചെക്ക് ചെയ്യും, ഓക്കെ at what point I should sell so as to make profit. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, you have called standard costing. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാണ്? ഓരോ ഐറ്റത്തിന് അതിൻ്റെ കറക്റ്റ് വാല്യൂ ഉണ്ട്, കറക്റ്റ് വാല്യൂ മണി ഉണ്ട്. ബട്ട് നിങ്ങളിപ്പം ബൾക്കിന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എന്തുവാണ്, ഡെഫിനറ്റ്ലി ആ വാല്യൂ മണി കുറയും. ദിസ് ഈസ് യൂസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ഓരോ സാധനങ്ങൾ അതിൻ്റെ കറക്റ്റ് വില കാണും, റൈറ്റ്? യു ഹാവ് യുവർ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് യുവർ ആക്ച്വൽ കോസ്റ്റ്. പക്ഷേ അത് വേരിയൻസും വരാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറയുന്നത് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദീസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ് ആർ അലൈൻസ് ടു ഫൈൻഡ് ഔട്ട് ദിയർ കോസ്റ്റ്. കറക്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 100 റുപ്പീസ് ആയിരിക്കും, പക്ഷെ ഒരു വേരിയൻസ് ഓഫ് സേ എക്സാമ്പിൾ ഒരു 50 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 70 റുപ്പീസിൻ്റെ വേരിയൻസ് വരാം. യു സ്റ്റഡി ദാറ്റ് ബേസ്ഡ് ഓൺ ബഡ്ജറ്റിംഗ്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറയുന്നത്. കമ്മിങ് നെക്സ്റ്റ് ടു ദ മേജർ കൺട്രോൾ സിസ്റ്റംസ്. ഫസ്റ്റ് വൺ ബീങ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ നമ്മളിപ്പം കണ്ട കാര്യമാണ്. നെക്സ്റ്റ് യു ഹാവ് ഫിനാൻഷ്യൽ, ക്വാളിറ്റി, ഇൻവെൻട്രി ആൻഡ് MIS. ഫിനാൻഷ്യൽ കൺട്രോൾ പറയുന്നത് വേറൊന്നുമില്ല, നമുക്കിപ്പം ഒരു കമ്പനിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ ബഡ്ജറ്ററി കൺട്രോൾ പറയുന്ന പോലെ തന്നെ യു ഹാവ് certain elements to be checked. സേ എക്സാമ്പിൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കുന്നത്? നിങ്ങളുടെ റേഷ്യോസ് നോക്കും, നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് നോക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കും, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കും. നെക്സ്റ്റ് യു പ്രിവെൻറ്റ്
നിങ്ങൾ ബഡ്ജറ്റിംഗ് പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്യും. യു പ്രിവെന്റ് ഫ്രം എനി ഫ്രോഡ് ടെക്നിക്സ് ബീങ് ഇംപ്ലിമെന്റഡ്, റൈറ്റ്? ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോൾ വെച്ച് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സ് വെച്ചിട്ട് എഫക്റ്റീവ്ലി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ദർ ആർ റിസ്ക് ഇൻവോൾവ്. യു പ്രിവെന്റ് എനി സോർട്ട് ഓഫ് ഫ്രോഡ് ആൻഡ് യു മാനേജ് യുവർ ക്യാഷ്. നമുക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ വരുന്ന ക്യാഷ് ഫ്ലോ മെയിൻ്റെനൻസ് വരും. ദെൻ യു ഹാവ് എഫക്റ്റീവ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, എഫക്റ്റീവ് ഓപ്പറേഷണൽ പോളിസീസ് വരും. യു എൻഷുർ പ്രോഫിറ്റ് ഇസ് ബീങ് അച്ചീവ്ഡ്. യു പ്രിവെന്റ് ഫ്രോഡ്. യു ട്രൈ ടു പ്രിവെന്റ് ഫിനാൻഷ്യൽ ഫ്രോഡ്. കമ്മിങ് ടു ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫക്റ്റ് ഫ്രീ പ്രോഡക്ട്സ് നമ്മൾ സമയത്തിന് ഇറക്കാൻ നോക്കും. നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇറ്റ് ഷുഡ് നോട്ട് വേരി. ഇപ്പോൾ ഒരു ഐഫോൺ നിങ്ങൾക്ക് അമേരിക്ക കിട്ടുന്ന ഐഫോൺ ആയാലും ശരി, ഇന്ത്യയിൽ കിട്ടുന്ന ഐഫോൺ ആയാലും ശരി, ഐഫോൺ ഇസ് ഐഫോൺ. ഓക്കെ, അല്ല യു കനോട്ട് സേ അവിടെ ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ള ഐഫോണാണ്, ഇന്ത്യയിൽ കിട്ടുന്ന ഇച്ചിരി വെയിറ്റ് കുറവുള്ള ഐഫോണാണ്. നോ, യു കനോട്ട് കമ്പയർ ഇൻ ദാറ്റ് വേ. കറക്റ്റ് സ്റ്റാൻഡേർഡ് പ്രോസസ് ആണ്. ഹിയർ ആർ ഫ്യൂ ടെക്നിക്സ് യു ഹാവ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് എക്സ് ബാർ ചാർട്ട്. എക്സ് ബാർ ചാർട്ട് എന്ന് വേറെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സാധനത്തിൻ്റെ മെഷർ ചെയ്യും, എത്ര വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സ് ആക്സസ് എന്ന് പറയുമ്പം നമ്മൾ എന്തൊക്കെ സാമ്പിൾസ് എടുക്കുന്നത് നോക്കും. നമ്മളിപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഐഫോൺ 1, 2, 3. നെക്സ്റ്റ് യു സി ഓൺ യുവർ വൈ ആക്സസ് ഓരോ ആക്സെപ്റ്റഡ് വേരിയൻസ് നോക്കും. അപ്പോൾ ഒത്തിരി വേരിയേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു 100 പ്രോഡക്ട്സ് ഉണ്ടാക്കി, ആ 100 പ്രോഡക്ട്സ് ചിലപ്പം ഇന്നുണ്ടാക്കിയ സാധനമായിരിക്കും ഒത്തിരി വേരിയേഷൻ വന്നേക്കുന്നത്. സോ മേ ബി ദാറ്റ് ക്യാൻ ബി ഹ്യൂമൻ എറർ, ദാറ്റ് ക്യാൻ ബി മെഷീൻ എറർ. സോ യു മെഷർ ദാറ്റ്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് 100% ഇൻസ്പെക്ഷൻ മെറ്റീരിയൽ. ഇപ്പോൾ 100% ഇൻസ്പെക്ഷൻ മെറ്റീരിയൽ അതായത് നേരത്തെ നിങ്ങൾ ഓരോ സാമ്പിൾ റാൻഡം സാമ്പിളിങ് ഉപയോഗിച്ചിട്ട് ആയിരിക്കുമല്ലോ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഓരോ സാധനത്തിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലോ. യു പ്രൊഡ്യൂസ് 100 ഐറ്റംസ്, പക്ഷേ 100% ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് വേറൊന്നുമില്ല. എല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യു ചെക്ക് ഇറ്റ്. ഇഫ് ദർ ഇസ് എനി ഡിഫക്റ്റ് ഉണ്ടോ, ഡിഫക്റ്റ് ഫ്രീ ആണോ നിങ്ങൾ അനലൈസ് ചെയ്യും. ഓരോ സാധനങ്ങൾ അന്ന് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് കോൾഡ് 100% ഇൻസ്പെക്ഷൻ മെത്തേഡ്. ആൻഡ് ദ തേർഡ് വൺ ബീങ് തഗുച്ചി മെത്തേഡ്. തഗുച്ചി മെത്തേഡ് നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഒരു സാധനം റിലീസ് ചെയ്യാൻ പോകുമ്പം, ഇറ്റ് ക്യാൻ ബി എ ന്യൂ പ്രോഡക്റ്റ്, ഇറ്റ് ക്യാൻ ബി എ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് നിങ്ങൾ നന്നാക്കി വീണ്ടും മാർക്കറ്റ് ഇറക്കുവാണ്, അതിൻ്റെ ബെറ്റർ വേർഷൻ. അപ്പോൾ യു ഗിവ് പ്രയോറിറ്റി ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, R&D കൊടുക്കും, പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, സോ ദാറ്റ് ടു റെഡ്യൂസ് ഓക്കറൻസ് ഓഫ് ഡിഫക്റ്റ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ യു ആർ ഇപ്പം സിം നിങ്ങൾക്ക് ഫോണിൽ സിം ഇടണം. ആ സിം ട്രേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സിം ഇടാൻ പറ്റത്തില്ല. ദർ ഇസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഇൻസർട്ടിങ് എ മെമ്മറി കാർഡ്, ദർ ഇസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഇൻസർട്ടിങ് എ സിം കാർഡ്. നമ്മൾ അതിന് പോക്കെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എൻ ഓപ്പറേഷൻസ് ടേം. സോ യു പ്രൊവൈഡ് ഡിഫക്റ്റ് ഫ്രീ വേസ് ഓഫ് യൂസിങ് എ ദാറ്റ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഡിസൈനിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യും. ഇറ്റ് ഇസ് ഡിസൈൻ ടു നിങ്ങൾക്ക് സിം ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ വെക്കാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് യു ഹാവ് ഇൻവെൻറ്ററി കൺട്രോൾ. ഇൻവെൻറ്ററി കൺട്രോൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനിഷ് ഗുഡ്സ്, നിങ്ങളുടെ റോ മെറ്റീരിയൽസ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. നിങ്ങൾ വെറുതെ ഒത്തിരി സ്റ്റോക്ക് ചെയ്താൽ നല്ലതാണോ? ഇൻവെൻറ്ററി ടെക്നിക്സ്, നോ. യു ആർ വേസ്റ്റിംഗ് യുവർ സ്പേസ് ആസ് വെൽ ആസ് യു കനോട്ട് മാനേജ് യുവർ എക്സിസ്റ്റിംഗ് സെയിൽസ്. നിങ്ങൾ വെയർ ഹൗസിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അണ്ടർ സ്റ്റോക്ക് ചെയ്താലോ, ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് റിസ്ക്. പെട്ടെന്ന് സാധനം വേണം, സാധനത്തിന് ഷോർട്ടേജ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമറിന് എമർജൻസി ആയിട്ട് വേണ്ടിയ സാധനങ്ങളായിരിക്കും, റൈറ്റ്? സോ ഫോർ ദിസ് യു യൂസ് വേരിയസ് ടെക്നിക്സ്. ഫസ്റ്റ് യു ഹാവ് ദിസ് ABC മെത്തേഡ്, VED മെത്തേഡ് ആൻഡ് FSN. ഫസ്റ്റ് വൺ ഓൾവേസ് ബെറ്റർ കൺട്രോൾ, ദാറ്റ് ഈസ് കോൾഡ് ABC മെത്തേഡ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? നമ്മൾ സാധനങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, A, B and C. A being certain values, certain goods which are of high value, പക്ഷെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ല. ഒത്തിരി കാശാണ് അതിന്, അത് ഒത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ല നമ്മളുടെ വെയർ ഹൗസിൽ. C എന്ന് പറയുന്നത് എന്തുവാ? ആ സാധനം ചീപ്പ് പ്രോഡക്റ്റ്സ് ആണ്, എപ്പോഴും പോകുന്ന ഒരു സാധനമാണ്, പക്ഷെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം എന്താ, നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ട് ആ സാധനം ഒത്തിരി വിറ്റ് പോകുന്നുണ്ട്. B ഐറ്റംസ് എന്ന് വെച്ചാൽ എന്തുവാ? ഒത്തിരി എക്സ്പെൻസീവ് അല്ല, എന്നാൽ ഒത്തിരി ചീപ്പും അല്ല, അത്യാവശ്യം സാധനം വിറ്റ് പോകുന്നുണ്ട്. സോ ഫ്രം ദിസ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, ദർ ആർ A ഐറ്റംസ് വിച്ച് ആർ ക്ലാസിഫൈഡ് ആസ് A. അത് എക്സ്പെൻസീവ് ആണ്, എപ്പോഴും എല്ലാ ദിവസവും ചിലവില്ല, അതിൻ്റെ വളരെ കുറച്ച് ശതമാനം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കത്തുള്ളൂ. C ഐറ്റംസ് ആണെങ്കിൽ ആ സാധനം
ചീപ്പാണ്, ഒത്തിരി ആൾക്കാർ വന്ന് മേടിച്ച് സ്ഥിരം പോകുന്നുണ്ട്. പിന്നെ ചീപ്പായതുകൊണ്ട് നിങ്ങൾ എന്തോ സ്റ്റോർ ചെയ്ത് വെക്കും, ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കും. ബി ആണെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലോ ടു ഹൈ, ഹയസ്റ്റ് വാല്യൂ ബീങ് എ ഐറ്റംസ് ആൻഡ് ലോ വാല്യൂ ഐറ്റംസ് ബീങ് സി. ഇത് വെച്ചിട്ട് വി ഡു കൺട്രോൾ. ദിസ് ഇസ് ബേസ്ഡ് ഓൺ പാരറ്റോ പ്രിൻസിപ്പിൾ. നമ്മൾ കഴിഞ്ഞ മോഡൽ കണ്ടുപോലെ 80% of your revenue business you will be getting from 20% of the items which you have sold. 80% of the revenue business you are getting from 20% of your business sold. എക്സാമ്പിൾ ഞാൻ ഇപ്പം പറഞ്ഞു 8 ടൈപ്പ് ഓഫ് ഐറ്റംസ് എന്താണ്, ഹൈ കോസ്റ്റ് ഉള്ള ഐറ്റംസ് ആണ് ഇല്ലേ, നിങ്ങൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ്, എക്സാക്ട്ലി 80% of your revenue comes from 20% of the items which you have sold. ആ 20% ഐറ്റംസ് എന്തുവാ, എ ഐറ്റംസ് ഇല്ലേ, എ അല്ലേ നിങ്ങൾ ഏറ്റവും കുറവായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇല്ലേ. ആ എ ഐറ്റംസിൽ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്നത്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന അതായിരിക്കും. പ്രോഫിറ്റ് മാർജിനൽ റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്ന ആ എ ടൈപ്പ് ഓഫ് ഐറ്റംസ് വിറ്റ് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത്. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ, അത് വേറെ കാര്യം. എന്നാൽ അത് വിറ്റ് പോകുമ്പോൾ അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് സെയിൽസ് വരുന്നത്. ഫൈൻ. Next you have what is called VED analysis, called vital, essential and desirable. It is the same thing but വേറെ രീതിക്കാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. വി എന്ന് വെച്ചാൽ വൈറ്റൽ, ഈ സാധനങ്ങൾ എന്തായാലും സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഈ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്ന് പോകും. ഇതാണ് വൈറ്റൽ നമ്മൾ പറയുന്നത്. ഈ കോൾഡ് എസെൻഷ്യൽ. എസെൻഷ്യൽ ഐറ്റംസ് എന്ന് വെച്ചാൽ അത് വേണം, അത് നമ്മളൊരു ബഫർ സ്റ്റോക്ക് എടുത്തും വെക്കും. മീൻസ് അത് തീർന്നാൽ ഉടനെ പ്രൊഡക്ഷൻ നിന്ന് പോകത്തില്ല, അത് വൈറ്റലാണ് ഇമ്പോർട്ടൻറ്റ്. എസെൻഷ്യൽ എന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ നല്ല, ഇല്ലെങ്കിൽ ഒരു ബഫർ സ്റ്റോക്കിങ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വെക്കും. അതാണ് നമ്മൾ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സാധനം തീരുമ്പോൾ നമ്മൾ വീണ്ടും റീ ഓർഡർ ചെയ്യും. ഇനി അടുത്ത ഡി ബീങ് ഡിസൈറബിൾ എന്ന് വെച്ചാൽ ഈ സാധനം കസ്റ്റമറുടെ ബേസിസിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കത്തുള്ളൂ. ഇതില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരിക്കലും നിന്ന് പോകത്തൊന്നുമില്ല, നിർബന്ധമില്ല. ഇതൊരു ക്രിട്ടിക്കൽ റിസോഴ്സ് അല്ല. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പോകുമ്പം ആ വണ്ടി സർവീസ്, കാർ സർവീസ് ചെയ്യുന്ന സ്റ്റേഷൻസ്, എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എൻ ഒഫീഷ്യൽ സ്റ്റേഷൻ, അത് എപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തുവാ, നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ്, ഒരു വണ്ടി ഒന്ന് ഡാമേജ് ആയി, ഇടിച്ചെന്ന ബേസിസിൽ നിങ്ങൾക്ക് ഉടനെ അടുത്ത ദിവസം വണ്ടി തരത്തില്ലല്ലോ. അതിൽ തന്നെ ചില ഐറ്റംസ്, സ്ഥിരം മാറുന്ന ഐറ്റംസ് കാണും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ബമ്പർ, വണ്ടിയുടെ ബമ്പറൊക്കെ ആണെങ്കിൽ അതൊരു എസെൻഷ്യൽ ഐറ്റം ആയിട്ടായിരിക്കും വരുന്നത്, എസെൻഷ്യൽ ഐറ്റം. പക്ഷെ വണ്ടിയുടെ എക്സാമ്പിൾ ഒരു ബ്രേക്ക് ഫെയിലിയർ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു എൻജിൻ ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ വൈറ്റൽ സാധനമായി, അതിൻ്റെ അത്രയും പാർട്സ് ഒക്കെ വൈറ്റലായിരിക്കും. ഡിസൈറബിൾ വേറെ ആക്സസറീസ് ഒക്കെ ആവാം. അത് കസ്റ്റമർ ഓർഡർ ചെയ്ത് ഈ സാധനം അവരുടെ ഫാക്ടറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഒരു ഡിലേ വരും. സോ ദിസ് ഇസ് കോൾഡ് വാട്ട് ഇസ് VED അനാലിസിസ്. നെക്സ്റ്റ് കമ്മിങ് ടു FSN അനാലിസിസ്, ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ്. നിങ്ങൾ ഫാസ്റ്റ്, സ്ലോ, നോൺ എന്ന് എഴുതി വെക്കല്. ഇറ്റ്സ് കോൾഡ് ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്. ഫാസ്റ്റ് മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഹാസ് ഹൈ ഫ്രീക്വൻസി ഓഫ് യൂസേജ്. നമ്മൾ എ ഐറ്റംസ് പറഞ്ഞില്ലേ, എ ബി സിയിൽ സി ഐറ്റംസ് ആയിട്ട് ഇത് വരും. ദിസ് refers to the materials having high usage frequency, ഒത്തിരി വിറ്റ് പോകുന്നുണ്ട്. സ്ലോ മൂവിങ് എന്ന് വെച്ചാൽ ആ പ്രോഡക്ട്സ്, ആ പർട്ടിക്കുലർ സാധനങ്ങൾ ഒത്തിരി വിറ്റ് പോകത്തുമില്ല, വളരെ കുറച്ച് ഡിമാൻഡ് കാണത്തുള്ളൂ അതിന്. നോൺ മൂവിങ് പറയുന്നത് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സമയത്തിന് മാത്രം അതിന് ഒരു ഡിമാൻഡ് ഉള്ളൂ. സീസണൽ ഐറ്റംസ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ അംബ്രല്ല അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക്, ഇങ്ങനത്തെ സാധനം ആ പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ മാത്രം അതിനൊരു സെയിൽസ് കാണത്തുള്ളൂ. ദിസ് ഇസ് കോൾഡ് വാട്ട് ഇസ് FSN. So you should stock your products with respect with ABC, VED or FSN. Coming to MIS നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു ERP സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, നിങ്ങൾക്ക് കസ്റ്റമറുടെ ഡേറ്റ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയീസിൻ്റെ ഡേറ്റ മാനേജ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആൾക്കാർക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാം. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അക്രോസ് യുവർ ഓർഗനൈസേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, people and business process to record, store and process data so as to make insightful decision, produce information that decision makers can use on a day-to-day basis. നമുക്കിത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മാർക്കറ്റിംഗ് ആൾക്കാർക്ക് വേണ്ടി തന്നെ ഒരു MIS വെക്കാം, HR ആൾക്കാർക്ക് തന്നെ വേണമെങ്കിൽ ഒരു MIS വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ ബേസിസിൽ ഒരു MIS വെക്കാം. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇപ്പോൾ HR ആണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ ഐ ഷുഡ് ഹയർ, ഞാൻ ഈ മാസം എത്ര പേരെ ഹയർ ചെയ്തു, ഈ മാസം എത്ര പേരെ എൻ്റെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി, എത്ര പേര് ലീവ് എടുത്തു,
നമുക്കിതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. മേജർ കമ്പണൻസ് ഓഫ് MIS ആർ people, data, the business procedures, how you store and you save your record, next hardware and software. Next, coming to strategic management. Strategic management definition പറയുന്ന പോലെ it is a management of an organization's resource so as to achieve its strategic goals and objectives. നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. What do we have? First, you have to achieve your mission and objectives, your company's mission, vision and objectives. Second one, you do an environmental scanning. Environmental scanning നമുക്ക് എന്തൊക്കെ വരും? It's a process of collecting, scrutinizing and providing information for strategic purpose, aligning internal and external factors. എന്തൊക്കെയായിരിക്കും ഒരു കമ്പനിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ഇന്റേണൽ ഫാക്ടേഴ്സ് വരുന്നത് വെച്ചാൽ എന്താ? കമ്പനിയുടെ ഡേറ്റ, കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും, കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കും, അവരുടെ സപ്ലയേഴ്സ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഒരു എക്കണോമിക് ക്രൈസിസ് ആയിരിക്കും, ഇൻഫ്ലേഷൻ ആയിരിക്കും, റൈറ്റ്? നമുക്കിത് അനലൈസ് ചെയ്യാൻ ടൂൾസ് ഉണ്ട്. ടൂൾസ് ഉണ്ട്. എൻവയോൺമെന്റൽ അനാലിസിസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻവയോൺമെന്റൽ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് യുവർ SWOT അനാലിസിസ്. ദിസ് ഇസ് ടു ഡു ദ ഇന്റേണൽ അനാലിസിസ് ഓഫ് യുവർ ഓൺ ഫേം. നെക്സ്റ്റ്, യു ഹാവ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് വേർ യു ഡു ആ ഫേം, ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ബേസിസിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പഠിക്കാൻ വേണ്ടി യു ഹാവ് യുവർ പെസ്റ്റൽ അനാലിസിസ്. ഫൈൻ. SWOT പറയുമ്പം ഇന്റേണലുണ്ട്, എക്സ്റ്റേണലുണ്ട്. നമ്മൾ സ്വന്തം കമ്പനിയുടെ കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെട്ട് എന്തെങ്കിലും ഉണ്ടോ, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊരു സാധനം റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്തുള്ള കോമ്പറ്റീഷൻ എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് റൈവൽറി അമോങ് യുവർ എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. ഞാൻ ഇതിന് സെപ്പറേറ്റ് നോട്ട്സ് ഇട്ടിട്ടുണ്ട്, പ്ലീസ് ഡു ചെക്ക്. നെക്സ്റ്റ്, വി ഹാവ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. നിങ്ങൾ ഓൾറെഡി ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തു. ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. നെക്സ്റ്റ്, ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഇമാജിൻ യു ആർ റിലീസിങ് എ ബൈക്ക്. ഓക്കെ, ഒരു പെട്രോൾ ബൈക്ക് ആയിരിക്കും നിങ്ങൾ റിലീസ് ചെയ്യുന്നത്. ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് വേണമെങ്കിൽ, ഇപ്പം കസ്റ്റമർ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആക്കാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബൈക്ക് ആയിരിക്കും ആൾ മേടിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. നിങ്ങളുടെ പ്രോഡക്റ്റ് തന്നെ മേടിച്ചില്ല, പക്ഷെ അതിൻ്റെ സിമിലർ ഫംഗ്ഷനാലിറ്റി ഉള്ള പ്രോഡക്ട്സിൽ പുറമെ അവർ പോകും. മേ ബി യുവർ പ്രോഡക്റ്റ് വിൽ ബി ഹൈലി പ്രൈസ്ഡ്, മേ ബി യുവർ പ്രോഡക്റ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഓൺ സർട്ടൺ ബേസിസ് പീപ്പിൾ വുഡ് ഗോ ബിഹൈൻഡ് അനദർ പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. നിങ്ങളുടെ വെൻഡേഴ്സ് തന്നെ അവർക്ക് വേണമെങ്കിൽ വില കൂട്ടാം. ഓക്കെ, ഇമാജിൻ യു ആർ മാനുഫാക്ചറിങ് ഫോൺ, ആൻ ഐഫോൺ. അപ്പോൾ ഐഫോണിൻ്റെ ബാറ്ററി ആപ്പിൾ ആൾക്കാർ തന്നെയല്ല, അവർ ഔട്ട്സോഴ്സ് ചെയ്യും, അത് വേറൊരു പാർട്ടി ഏജൻസി കൊടുക്കും. അടുത്ത ആപ്പിളിൻ്റെ ആക്സസറീസ്, അതായത് ചാർജർ, ഹെഡ്ഫോൺ, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മൊബൈലിലെ ഡിസ്പ്ലേ തന്നെ അവർ തന്നെ ആവണമെന്നില്ല. ദേ കൻ ഗിവ് ഇറ്റ് ഫോർ ഔട്ട്സോഴ്സിങ്. പക്ഷേ ഇമാജിൻ ഇഫ് ദർ ഇസ് ഓൺലി 1 or 2 companies doing that, വെരി ഫ്യൂ കമ്പനീസ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ പിന്നെ അവസാനം അതൊരു മോണോപോളി സിറ്റുവേഷൻ ആകത്തില്ലേ? അവർക്ക് വേണമെങ്കിൽ പ്രൈസ് കൂട്ടി ചോദിക്കാം. അവർ പ്രൈസ് കൂട്ടി ചോദിച്ചാൽ യു വിൽ ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു ഇൻക്രീസ് യുവർ പ്രൈസ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് സപ്ലയേഴ്സ്. അല്ലെങ്കിൽ അവർക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓൺ ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്. നിങ്ങളുടെ പ്രൈസ് സാധനം കൂടുതലാണെങ്കിൽ, ഇപ്പം സേ എക്സാമ്പിൾ സാധനം വിറ്റ് പോയില്ലെങ്കിൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി ഡിമാൻഡ്, റൈറ്റ്? സാധനം കറക്റ്റ് സമയത്ത് സീസണൽ പ്രോഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ യു വിൽ ഹാവ് ടു റെഡ്യൂസ് യുവർ പ്രൈസസ്. വെൻ യു റെഡ്യൂസ് യുവർ പ്രൈസസ് they have a win-win situation. Your buyers have a win-win situation wherein they win and you lose. Actually, it's not a win-win. Actually, you lose and buyers win. So ബയേഴ്സ് മേടിക്കുന്ന കസ്റ്റമറിന് ചിലപ്പോൾ ലാഭം. കസ്റ്റമർ എന്താ നോക്കുന്നത്? നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ കസ്റ്റമർ സാധനം മേടിക്കുന്നത്. അവർക്ക് എന്ത് സാധനം ലാഭമുണ്ടോ, അത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, അവർ പല റിസോഴ്സസ് നോക്കിയിട്ട് ദേ ബാർഗൈൻ ആൻഡ് ദേ ബൈ ദിയർ പ്രോഡക്ട്സ്. ഇതാണ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ്. Next, coming to pestle analysis. Pestle analysis വേറെ ഒന്നുമില്ല. You find your various political factors, economic factors, socio-cultural factors, technological factors, legal factors and environmental factors. ഇതാണ് നമ്മൾ pestle analysis നമ്മൾ ഉദ്ദേശിക്കുന്നത്. Next one, you have strategy formulation.
on what basis do you formulate a strategy? You formulate a strategy based on achieving what goals are achieving your realization of organizational goals and objectives, thereby to achieve organizational vision. നമുക്കിത് മൂന്ന് ലെവൽസ് ഉണ്ട്. You have corporate level, you have your business level, and you have your operational or functional level. ഈ സെയിം സാധനം നമ്മൾ മോഡ്യൂൾ 1 കാണുന്നുണ്ട്. നെക്സ്റ്റ് യു ഹാവ് വാട്ട് ഇസ് കോൾഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളിപ്പം കുറേ സെറ്റ് ഓഫ് ഓപ്ഷൻസ് നോക്കി. അതിൽ നിന്ന് യു ട്രാൻസ്ലേറ്റ് ദ ചൂസൺ സ്ട്രാറ്റജി ഇൻ ടു ഓർഗനൈസേഷണൽ ആക്ഷൻ സോ ആസ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഗോൾസ്. ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ചില കാര്യങ്ങൾ നോക്കും. ചിലപ്പം ആൾക്കാർക്ക് അവരുടെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ റിസോഴ്സസ് കുറവായിരിക്കും. നോട്ട് ഓൺലി ഹ്യൂമൻ റിസോഴ്സ്, ചിലപ്പം മെറ്റീരിയൽ ആയിരിക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അനുസരിച്ച് വേണം നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. വെൻ യു ചൂസ് ഫ്രം യുവർ സപ്ലയർ, ആ ബേസിസിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബീങ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നിങ്ങൾ സ്ട്രാറ്റജി എൻവയൺമെൻറ്റിൽ സ്കാൻ ചെയ്തു, സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് യു ഡു ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. വേറെ നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ കൺട്രോളിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. യു സി എനി ഡീവിയേഷൻ ബിറ്റ്വീൻ യുവർ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ then you go back, you find out what caused your deviation and you improve your process. Next one called next topic, strategic analysis. Strategic analysis നമ്മുടെ environmental scanning ആണ്. It refers to the evaluation of the organizational work environment. It defines how the organization operates in its business. Goals achieve ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കും. നമ്മൾ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം നമ്മൾ കറണ്ട് സ്ട്രാറ്റജി നമ്മൾ അനലൈസ് ചെയ്യും. You analyze your current strategy with respect with your external and internal environment. നമുക്കത് ഇന്റേണൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ നമ്മളുടെ കസ്റ്റമറുടെ കാര്യമായിരിക്കും, നമ്മളുടെ എംപ്ലോയീസിന്റെ കാര്യങ്ങളായിരിക്കും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഓരോ ഓർഗനൈസേഷണൽ ചേഞ്ചസ് ആവാം, എക്കണോമിക് കണ്ടീഷൻസ് ആവാം, പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആവാം, ചിലപ്പോൾ കസ്റ്റമറുടെ ടേസ്റ്റ് മാറാം. സോ യു പെർഫോം എൻവയറോൺമെന്റൽ അനാലിസിസ് ഓഫ് യുവർ കറണ്ട് സ്ട്രാറ്റജി. കറണ്ട് സ്ട്രാറ്റജി ചെയ്തിട്ട് യു അസസ് അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യും. യു ഡിറ്റർമൈൻ ദ എഫക്റ്റീവ്നെസ് ഓഫ്, നിങ്ങൾക്കൊരു കറണ്ട് സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾ ഉണ്ടാക്കുമല്ല, നിങ്ങൾ ഓൾറെഡി ഒരു കറണ്ട് സ്ട്രാറ്റജി ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അത് ഡിഫൈൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും അത് എഫക്റ്റീവ് ആണോ ഇല്ലയോ. അത് എഫക്റ്റീവ് ആണെങ്കിൽ ഫൈൻ, ഇറ്റ് ഈസ് ഫൈൻ. അത് എഫക്റ്റീവ് അല്ലെങ്കിൽ യു ചെക്ക് സർട്ടൺ വേസ് ടു ഡെവലപ്പ് ന്യൂ സ്ട്രാറ്റജീസ്. ഇതിനൊരു കൗണ്ടർ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് യു ഡെവലപ്പ് ന്യൂ ബെറ്റർ വേസ്, യു ഫോമുലേറ്റ്, യു ടേക്ക് ദ ഒപ്റ്റിമം സൊല്യൂഷൻ. ഫൈൻ. നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് യു ഫോം ന്യൂ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ വിച്ച് യു ടേക്ക് ദ മോസ്റ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ. നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന, റിസ്ക് കുറവോ അല്ലെങ്കിൽ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ, ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചൂസ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് അനാലിസിസ് പ്രോസസ്. ഇത് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച എൻവയൺമെന്റൽ സ്കാനിങ്ങിന് പഠിച്ച SWOT അനാലിസിസ്, പെസ്റ്റൽ, പോർട്ടേഴ്സ് 5 ഫോഴ്സസ്. നെക്സ്റ്റ് ടോപ്പിക് വി ഹാവ് വാട്ട് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് ചോയ്സ്. ഇത് നമ്മൾ ചൂസ് ചെയ്യുമല്ലോ സ്ട്രാറ്റജിക് അനാലിസിസ് സമയത്ത്. നമ്മൾ കുറേ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ഓക്കെ അല്ലെങ്കിൽ യു ചെക്ക് സർട്ടൺ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. അത് നമ്മൾ ചൂസ് ചെയ്യണം. ഇറ്റ് റെഫേഴ്സ് ടു ഡിസിഷൻ വിച്ച് ഡിറ്റർമൈൻസ് ദ ഫ്യൂച്ചർ സ്ട്രാറ്റജി ഓഫ് എ ഫോം. നമ്മൾ കുറേ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസിന് യു ചൂസ് വിച്ച് ഇസ് യുവർ ബെസ്റ്റ് ഒപ്റ്റിമം സ്ട്രാറ്റജി ദാറ്റ് വിൽ മീറ്റ് യുവർ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. സെയിം പ്രോസസ് ആണ്. യു ഫോക്കസ് ഓൺ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, യു അനലൈസ് ഈച്ച് സൊല്യൂഷൻ. അത് രണ്ട് രീതിക്കാവാം അനലൈസ് ചെയ്യുന്നത്. നമുക്കത് ഒബ്ജക്റ്റീവ് ഫാക്ടർ ഉപയോഗിക്കാം, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉപയോഗിക്കാം. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഗട്ട് ഫീലിംഗ് ആണ്, ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും, ജഡ്ജ്മെന്റ് ആയിരിക്കും. അത് തെറ്റാം ശരിയാവാം. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ എന്താ, യു യൂസ് ഫാക്ട്സ് ആൻഡ് ഡേറ്റാസ്, അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് യു അനലൈസ് ഇത് ശരിയാവോ ഇല്ലയോ. സബ്ജക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആവാം, ഗട്ട് ഫീലിംഗ് ആവാം. നെക്സ്റ്റ് യു ഇവാലുവേറ്റ് ആൻഡ് ദെൻ യു മേക്ക് എ സ്ട്രാറ്റജിക് ഡിസിഷൻ, എ സ്ട്രാറ്റജിക് ചോയ്സ്. Certain factors affecting when you make a strategic choice are, first one, your environmental constraints. പെസ്റ്റൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. You check the relationship in your internal organization. You check certain values of your customers and their preferences. Then risk. എന്തായാലും നിങ്ങൾ ഏത് സ്ട്രാറ്റജി എടുത്താലും there is a certain level of risk involved. It sees how your management is ready to take that risk. Then impact of past strategy. നിങ്ങൾ ഇതിന് മുമ്പേ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ what are the challenges you have faced? Was it a time problem? What is a time constraint? Decision എടുക്കാനുള്ള time. Information constraint. You do not have the right type of information to deal with your product release. Next one, competitors reaction.
നിങ്ങളൊരു സാധനം കറക്റ്റ് സ്ട്രാറ്റജി ഇറക്കുമ്പം ഡോണ്ട് തിങ്ക് their competitors wait for you to implement it. No, somehow they would come to know, okay, you are going to release a new product. അവർ ഡെഡ് ആയിട്ടിരിക്കത്തില്ല. they would definitely analyze and take counter step. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പഠിച്ച പോലെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഇത് വേറെ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആയതുകൊണ്ട് വേറെ ടോപ്പിക്കാണ് ഈ പ്രത്യേകം എടുത്ത് വെക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട ഇംപ്ലിമെൻറ്റേഷൻ, യു ടേൺ യുവർ സ്ട്രാറ്റജിക് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ സോ ആസ് ടു അച്ചീവ് ഡിസൈറബിൾ ഔട്ട്കം. നമുക്ക് വേണ്ടിയ ഡിഫറെൻറ്റ് കമ്പണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്കിൽഡ് ടീം വേണം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് പീപ്പിൾ വിത്ത് ഡെഫിനറ്റ്ലി ഗുഡ് KSA, നോളേജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. Next one, you need necessary resources. It can be human resource, it can be financial resources. Next, effective organization. എല്ലാവരും അതിൻ്റെ റോൾ തരുന്ന റോൾ ഡെസിഗ്നേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്താൽ ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഗോൾസ്. നെക്സ്റ്റ് വൺ, യു നീഡ് പ്രോപ്പർ ടൂൾ ആൻഡ് സിസ്റ്റംസ്. കറക്റ്റ് റൈറ്റ് എമൗണ്ട് ഓഫ് ടൂൾസ് കറക്റ്റ് സമയത്ത് ചെയ്യണം. റൈറ്റ് എമൗണ്ട് ഓഫ് ടൂൾസ് കറക്റ്റ് സമയത്ത് കിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? യു ട്രൈ ടു ഡു ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ കോംപ്രമൈസ്, റൈറ്റ്? അത് കാരണം ഡിലേ വരാം, സാധനത്തിന് ഡിഫക്റ്റ് വരാം, പ്രോഡക്റ്റിന് എഫക്റ്റ് ആവുന്നത്. നെക്സ്റ്റ് ആണ്, യു നീഡ് ആൻ അമേസിങ് വർക്ക് കൾച്ചർ. എന്നാലേ എല്ലാവരും ടീം എസ്പെറേറ്റ് ഡേ കോർപ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് വി സ്റ്റഡി ഇൻ ദ മോഡ്യൂൾ 1. സോ ദെൻ യു ഹാവ് എ ടീം ഗോൾ. യു അച്ചീവ് വാട്ട് ഇസ് കോൾഡ് ആൻ ഓർഗനൈസേഷണൽ ഗോൾ, wherein you achieve your organization's objectives, you meet their standards, and you help in facilitating and achieving their mission and vision. Same process we have in strategy implementation. You communicate what are the goals you want to achieve. Next, ഓരോ ടീമിന് നിങ്ങൾ കറക്റ്റ് ജോബ് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കും, ഡെലിഗേറ്റ് ചെയ്ത് വെക്കും, ഡെസിഗ്നേറ്റ് ചെയ്തും വെക്കും. നെക്സ്റ്റ്, യു എക്സിക്യൂട്ട് വാട്ട് ഇസ് എ പ്ലാൻ. ദെൻ കറക്റ്റീവ് ആക്ഷൻ എടുക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കും. നെക്സ്റ്റ്, യു ട്രൈ ടു ക്ലോസ് യുവർ പ്രോജക്റ്റ്, യു ട്രൈ ടു എഗ്രി യുവർ പ്രോജക്റ്റ്. ഫൈനലി നിങ്ങൾക്ക് എൻ പ്രോഡക്റ്റ് അനുസരിച്ച് സാധനം കിട്ടുന്നു. Then you do a review analysis. ഇത്രയും പ്രോസസ്സ്, what are the challenges met, or do you want to improve? Is there any scope for improvement? ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം when you implement a strategy. Certain challenges when you implement a strategy: not assigning the right person to do the right kind of job, right? ഒരു ടെക്നിക്കൽ ജോബ് ആണെങ്കിൽ, imagine I hire a person, a non-technical person to do a technical job. എറർ വരാം, ട്രെയിനിങ് കോസ്റ്റ് കൂടും, ടൈം എടുക്കും, ഡിഫക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദ റിസ്ക്? നെക്സ്റ്റ് വൺ, നോട്ട് മെഷറിംഗ് ഗോൾസ് ഓഫ് സക്സസ്. ഇമാജിൻ നിങ്ങൾ ഇത്രയും പ്രോഡക്ട്സ് ഇറക്കുന്നു, ഒരു ദിവസം 100 പ്രോഡക്ട്സ് ഇറക്കുന്നു, നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങൾ ചുമ്മാ പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ അത് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യത്തില്ല, കറക്റ്റ് ഡിമെൻഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്യത്തില്ല, കറക്റ്റ് കളറിലാണോ സാധനം വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് വാട്ട് യു കോൾ വാട്ട് ഇസ് ദ പ്രോബ്ലം. യു ഷുഡ് മെഷർ യുവർ ഗോൾസ് ആൻഡ് സക്സസ് ആസ് വെൽ. ഓവർ കമ്മിറ്റിംഗ്, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് പറയുന്നു. ഓക്കെ, ഞാൻ ഇത് റിലീസ് ചെയ്യുന്നു, ഒരേ സമയത്ത് ഒരു മാസത്തിൽ തന്നെ ഒരു 5-6 പ്രോഡക്ട്സ് റിലീസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ പ്രോബ്ലം ഓഫ് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പം യു കനോട്ട് കോൺസെൻട്രേറ്റ് ഓൺ വൺ സിംഗിൾ ഏരിയ, വേർ ദർ ആർ ഹൈ പോസിബിലിറ്റീസ് യു ക്യാൻ മിസ് യുവർ ഗോൾസ്. നെക്സ്റ്റ്, നോട്ട് ഗെറ്റിംഗ് ഇനഫ് സപ്പോർട്ട് ഫ്രം യുവർ എംപ്ലോയീസ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫ്രം എ കോർ വാല്യൂ യു റിക്വയർ ഫ്രം യുവർ ടീം മെമ്പേഴ്സ്. എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രോജക്റ്റ്, ഒരു ഗോൾ കിട്ടുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം മാനേജേഴ്സ് ദെൻ ടു യുവർ പിയർ ഗ്രൂപ്പ്സ് വരെ എല്ലാവരും ഒരുമിച്ച് കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്, ഓർഗനൈസേഷണൽ ഗോൾ. ഫൈൻ, താങ്ക് യു.